എന്നിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ഏത്തപ്പഴം ഫ്രൈ, പഴംപൊരി അല്ല കേട്ടോ, നോമ്പ് തുറക്കൊക്കെ ഉപയോഗിക്കാം. മധുരം അഡീഷണൽ ഇടണ്ട. വേണ്ട വേണ്ട, ഒട്ടും വേണ്ട. എല്ലാ ദിവസവും ഒരേ ടൈപ്പ് പലഹാരം ഉണ്ടാവില്ലല്ലോ നോമ്പ് തുറക്കൊക്കെ ആണെങ്കിലും. എന്തൊക്കെയാ ചെയ്യണെന്നുള്ളത് നിങ്ങളെ നേരിട്ട് കാണിക്കുന്നുണ്ട്, അല്ലാതെ വേറെ ഒന്നും അതിൽ ആഡ് ചെയ്യണില്ല കേട്ടോ. അമ്മ വളിച്ച ചിരിയാന്ന് ഇതുവരെ ഉണ്ടാക്കാത്ത ഒരു പലഹാരം. കണ്ടിന്യൂസ് അങ്ങനെ ടീ വേണ്ട. 6 മണിക്ക് കാപ്പിയാ കുടിക്കുന്നത്. പഴം പൊരിച്ചത് ഒരു ഒറ്റ ഏത്തപ്പഴം എടുത്തേക്കണതാ. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു നന്നായിട്ട് പഴുത്തതും കൂടെ ഇരിപ്പുണ്ട്. ഇത്രയും പഴുപ്പ് പാടില്ല ശരിക്കും പറഞ്ഞ. പക്ഷെ ഇവിടെ വെള്ളിയാഴ്ച മേടിച്ചുകൊണ്ട് വന്നതാണ്. ഇന്നലെ വേറെ വീഡിയോസ് പരിപാടി ഉള്ളതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ വേണമെങ്കിൽ നമുക്ക് അരമുറിയും കൂടെ മറ്റതിന്റെ എടുക്കാം. ഏതായാലും ഓരെണ്ണം ഒന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ഏത്തപ്പഴം ഫ്രൈ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇന്ന് തയ്യാറാക്കും. പഴംപൊരി അല്ല കേട്ടോ, നോമ്പ് തുറക്കൊക്കെ ഉപയോഗിക്കാം. നമ്മള് ഒരു പൊട്ടറ്റോ കൊണ്ട് ഒരു സംഭവം ചെയ്തില്ലേ, അതുപോലെ അതിന് ഇച്ചിരി വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഏതായാലും ഞാൻ ആദ്യം കട്ട് ചെയ്യട്ടെ കേട്ടോ. അപ്പൊ ഏതാണ്ടൊരു സമ ലെങ്ത് വെച്ച് കട്ട് ചെയ്യണം. ഫിംഗേഴ്സ് പോലെയാണ് ഏതാണ്ട് അതുപോലെയാ. സമ ലെങ്ത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അല്ല, അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഷേപ്പ് പഴത്തിൻ്റെത് അത് സാരമില്ല. ഇതിന്റെ അറ്റം നമുക്ക് കഴിക്കാനുള്ളതല്ലേ. നല്ല മധുര. ഇനി ഇതെങ്ങനെയാന്ന് അറിയാമോ? മധുരം അഡീഷണൽ ഇടണ്ട. വേണ്ട വേണ്ട, ഒട്ടും വേണ്ട. നല്ല മധുരമുണ്ട്, ശരിക്കും പഴുത്തു. മാർജിനിൽ ചെന്നപ്പോഴേ ഗിരിജ ചേച്ചി എടുത്തു കൊടുത്താന്ന്. സാറേ നല്ല നാടമ്പഴാന്ന് പറഞ്ഞു. അപ്പൊ നാടമ്പഴ ചോദിക്കാറ്. ഇപ്പൊ കൊണ്ടുപോക്കണം. അപ്പൊ പറഞ്ഞു 1/2 കിലോ മതിയെന്നു. അത് 1 കിലോ ഇരിക്കട്ടെ സാറേന്നും പറഞ്ഞു. അപ്പൊ നല്ല പഴുത്തായിരുന്നു. രാവിലേക്ക് അത് പുഴുങ്ങുമായിരുന്നു. നോക്കിക്കോട്ടെ. ചോപ്പിംഗ് ബോർഡ് വെക്കണമെന്നുള്ളവർക്ക് അതിൽ വെക്കാട്ടോ. ഇത് ഇതിൽ ഞരമ്പിലുള്ള പാടാട്ടോ, എൻ്റെ ഇതല്ല. അല്ലാതെ അപ്പൊ ഒരു പഴം എടുത്തതേ ചെയ്തപ്പോ ഇത്രയാ ഉള്ളൂ. ഇത് മതിയായിരുന്നു. അല്ല, ഞാൻ 1/4 ഭാഗം കൂടെ എടുക്കാം. ഒരു വേറെ ഇരിക്കുന്നു കട്ടിങ്ങിനുള്ള. അധികം വേണ്ട, ആ ഒരു അത് മതി, ഭാഗം കൂടി മതി. നമ്മള് എണ്ണയിൽ വറുത്തത് ഒരുപാടൊന്നും അങ്ങനെ കഴിക്കില്ല. എണ്ണയിൽ വറുത്തതെന്ന് മാത്രല്ല, അങ്ങനെ സാധനങ്ങൾ നമ്മൾ ഒരുപാട് അങ്ങനെ കഴിക്കില്ല. പലതും ശനിയും ഞായറും ആയിട്ട് ഇങ്ങനെ പല സംഗതികളും സ്നാക്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കണോണ്ടേ ഇച്ചിരി ആണെങ്കിലും ഉണ്ടാക്കുമ്പോ അതങ്ങ് കഴിക്കുമല്ലേ. അത് കാരണം അങ്ങനെ പല ഐറ്റംസ് ഇച്ചിരി ചെല്ലുമ്പോ ഉള്ളിലേക്ക് ചെല്ലുമ്പോ അത് ശരിയാവൂല. തൊണ്ട് അങ്ങ് ഇട്ടേച്ച് വരാം വേസ്റ്റിൽ. ഓക്കെ. അപ്പൊ ഇത്രയും പഴം അത്ര എടുക്കണുള്ളൂ. മതി. ഒരു 2 കൂമ്പനെ റവ എടുത്തിട്ടുണ്ട് കേട്ടോ. റവ പിന്നെ അരിപ്പൊടി എടുത്തോണ്ട് വരാം ഞാൻ. എന്നിട്ട് നമുക്ക് കുറവാന്ന് തോന്നിയാൽ കുറച്ചുകൂടെ ചേർക്കാം. ചേർത്ത് തിരുമാൻ വേണമല്ലോ. ഞാൻ കാണിച്ചു തരാതെ. നമുക്ക് ഇനി മധുരം വേണ്ടല്ലോ ഇതിന്. വേണ്ട മധുരമുണ്ട്. നല്ല മധുരം ഉണ്ട്. അതാ അതുപോലെ അരിപ്പൊടി കേട്ടോ. സാധാരണ നമ്മള് കോൺഫ്ലോറിലൊക്കെയാണ് ഒന്നുമില്ല. ഡിഫറെന്റ് ആയിട്ട് ഇരിക്കട്ടെ, ഇച്ചിരി വ്യത്യസ്തത ഇരിക്കട്ടെ. വറുത്ത അരിപ്പൊടിയല്ലേ? വറുത്ത അരിപ്പൊടിയാ. പുട്ടിന് ഉപയോഗിക്കണേ. അത് ചിലര് ചോദിക്കും. അതാ ചിലപ്പോ മതിയാവും. പോരായി ഉണ്ടെങ്കിൽ മക്ക ചേർക്കാട്ടോ. ഇനി എന്നാന്നറിയാമോ? ഇച്ചിരി ചില്ലി ഫ്ലേക്സ്. എരിവും മധുരവും കൂടിയുള്ള മിക്സ്. അവനാണ് താരം. ഇച്ചിരിയോടെ പഴുപ്പ് കുറഞ്ഞിരുന്നായിരുന്നെങ്കിൽ. ഇച്ചിരിയോടെ പഴുപ്പ് കുറയണം, ശരിക്കും കുറയേണ്ടതായിരുന്നു. വെള്ളിയാഴ്ച പാകമായിരുന്നു. പക്ഷെ വെള്ളിയാഴ്ച രാത്രി വന്ന് ടപ്പ ഉണ്ടാക്കാനാ. ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരു പൊടിക്ക് അത് കുറച്ച് മതി. മഞ്ഞൾപ്പൊടി, ഒരു കളറ്. അതെ, കളർ ഇതിന് വേണം. അതാണ് അതിന്റെ രസം. ശരിക്കും കടുകടുന്നിരിക്കും. ഞാൻ 2 സ്ലൈസ് ഇങ്ങനെ നീക്കി വെച്ചിട്ടുണ്ട്. ഇച്ചിരി തളർന്ന പോലെ ഇരിക്കണത്. അവസാനം കോരാം. കടുകടുന്നിരിക്കണം. ഇച്ചിരി ഉപ്പ് ഇട്ടോ. കോരാൻ പറ്റിയില്ലെങ്കിൽ കഴിക്കാം. ഇച്ചിരി ഉപ്പ് പൊടിക്ക്. പഞ്ചസാര വേണ്ടല്ലോ. ഇനി എങ്ങനെയാന്നറിയാമോ? വെള്ളം തളിക്കൂല. നോക്കാം. ഞാനോർത്ത് അമ്മ എന്നെ വെള്ളം തളിക്കാതെ മിക്സ് ചെയ്യാൻ ഒരുങ്ങണേ. വെള്ളം തളിക്കൂല ഇതിന്. അതൊരു പുതിയ അറിവാണല്ലോ. ഞാൻ ചെയ്തിട്ടില്ല, പലരുടെയും കണ്ടു. അപ്പൊ നമുക്കും ഒന്ന് ട്രൈ ചെയ്യാം. അപ്പൊ ദേ ഓരോന്ന് ഇതിലേക്ക് ഇട്ട് ദേ. അങ്ങനെ ദേ പിടിച്ചിരുന്നോളൂ. കുറച്ചൊക്കെ പിടിക്കും. വിട്ടുപോരുവോ പോലും. ഒരു കാര്യം ചെയ്യാം, ഒരു സ്വല്പം വെള്ളം നമുക്ക് തളിക്കാം. ബാ, ഞാൻ ഒന്ന് കാണിച്ചു തരാം. സ്വല്പം ഇത്തിരി ഒന്ന് തളിക്കാം. മതിയാവും. എന്നിട്ട് നോക്കാം നമുക്ക്. ഒട്ടും വെള്ളം തളിച്ചില്ലെങ്കിൽ അതിൽ പിടിക്കുമെന്ന് തോന്നണില്ല.
ആ ഇപ്പൊ ഇച്ചിരി പിടിച്ചിരിപ്പുണ്ട്. എണ്ണയിലിടുമ്പോ എന്തായാലും ഇച്ചിരിയൊക്കെ വിട്ടുപോരും. ഇച്ചിരിയല്ല, നന്നായിട്ട് വിട്ടുപോരും. ഇനി ഇത് നമുക്ക് അങ്ങ് ഇടാം. എന്നിട്ട് ഇതിലേക്ക് എല്ലാം കൂടെ അങ്ങ് തിരുമാം. ഓരോന്നോരോന്ന് ആക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിങ്ങനെ ഒരുമിച്ചങ്ങ് മതി. അതെ, കുറച്ചൊക്കെ വിട്ട് പോരും കേട്ടോ എന്തായാലും. വേറെ കോൺഫ്ലോറോ മൈദയോ ഒന്നും ഇല്ലല്ലോ, മുട്ടവെള്ളം ഇല്ല, ഒന്നുമില്ല. കുറേ ദിവസമായി ഞാനിത് ഉണ്ടാക്കണം എന്ന് വിചാരിക്കണം. പക്ഷെ അന്നേരമൊക്കെ വേറെ ഓരോരോ ഐറ്റംസ്, നോയമ്പ് കറി, അങ്ങനെ ഓരോ സംഗതികളായിട്ട്. അപ്പോൾ കഴിഞ്ഞ വെള്ളി മേടിച്ചപ്പോൾ അതിന് സാധിച്ചില്ല. ശനിയും ഞായറോട്ട് വേറെ പ്രോഗ്രാമായിരുന്നു. പ്രോഗ്രാമല്ല, എന്തൊക്കെയോ കുക്കിങ്ങിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എവിടെ ഒരു ട്രിപ്പ് വൈകുന്നേരം പുറത്ത് പോയില്ലേ ഒരു ദിവസം, അന്നേരം ഒന്നും പറ്റില്ല. പുറത്ത് പോയി വീഡിയോ വന്നിട്ടില്ല അല്ലേ, ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അപ്പം ഇവിടെ ഇരിക്കുന്ന ദിവസം ഇത് പറ്റുള്ളൂ. എത്ര കണ്ട് പിടിച്ചിരിക്കുമെന്നൊന്നും അറിയില്ല കേട്ടോ. ഇത് ഈ നനവധികം ഇല്ലാത്തതുകൊണ്ടേ ഞാൻ ഇച്ചിരി വെള്ളം തളിച്ചേച്ചാ ചെയ്തേക്കണത്. ഇപ്പം കുറേയൊക്കെ എണ്ണയിൽ നീ പറഞ്ഞ പോലെ വീണ് പോകും. പണ്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് ചെയ്തപ്പോൾ കുറേ ഇതില്ല. അത് പിന്നെ ഓട്സും കോൺഫ്ലവറും ഒക്കെ ചേർത്തതായിരുന്നു. എന്നിട്ട് ഇപ്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ഞാൻ മൂടി വെച്ച് വെക്കുക, കാരണം ചീനിച്ചട്ടി കഴിയുമ്പോഴേ ഇച്ചിരി നനവതിലുണ്ടായിരുന്നു. ഇപ്പം എണ്ണ ഒഴിച്ചപ്പോൾ അത് പൊട്ടിത്തെറിക്കണ്ട, മുഖത്തേക്ക് തെറിക്കാതിരിക്കാൻ മൂടി വെച്ചത്. ആ പൊട്ടല നിൽക്കുമ്പോൾ അത് തുറക്കാം. ഇൻഡസ് വാലിയുടെ അയൺ കടായി എത്ര വർഷമായി. നല്ലതാ. ഇതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. നല്ല വെയിറ്റും ഉണ്ട്, വളരെ നല്ലതാ. മൂത്തു നന്നായിട്ട്. ചെറിയൊരു ആശങ്കയുണ്ട്. ഇല്ല, ആശങ്കയല്ല, ഈ പൊട്ടിത്തെറിക്കണായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ വേഗം ഉണ്ടാക്കാം. എല്ലാ ദിവസവും ഒരേ ടൈപ്പ് പലഹാരം ഉണ്ടാവില്ലല്ലോ, നോമ്പ് ആണെങ്കിലും. അപ്പൊ ഡിഫറെന്റ് ആയിട്ട് ഇതുപോലെ ഒരു തവണ കോൺഫ്ലോറിലൊക്കെ മുക്കി. അതെ, ഞങ്ങൾക്ക് നോമ്പാട്ടോ. നമുക്ക് മറ്റേ നോയമ്പ് മറ്റേ റംസാൻകാരിൽ നമ്മൾ പറഞ്ഞല്ലേ നോമ്പുതറാന്ന് പറഞ്ഞത്. എല്ലാവർക്കും ഓരോ രീതിയിലുള്ള നോയമ്പുകളുണ്ടല്ലോ. ഇത് മതിയായിരിക്കും, തിങ്ങിപ്പോയാ പിന്നെ ചിലപ്പോൾ. അത് മതി, ഇത് മതി. ഇടാനുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യട്ടെ, സ്പൂണിന്ന് കോരി ഒഴിക്കാം. അതെ, ഒരെണ്ണം മാത്രം. ഇറക്കി എടുത്തോണ്ട് എന്നിട്ട് പിടിച്ചോണ്ട് കോരി ഒഴിക്കാം. നല്ല മണം തന്നെ ഏത്തപ്പഴം മുരിയണേന്റെ. ചെമ്പ്രം കൊണ്ടതാണെങ്കിൽ ഇച്ചിരി കൂടി. ഇത് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, പഴുപ്പ് കൂടിപ്പോയി. വെള്ളിയായിരുന്നു കറക്റ്റ്. വെള്ളി കൊണ്ടുവന്ന 7:45 വന്നിട്ട് എപ്പം ചെയ്യാൻ. രാത്രി ഒന്നും നടക്കില്ല അങ്ങനത്തെ പരിപാടി. ഒന്നാമത് ചൂട്, പിന്നെ രാത്രിയിൽ ഉണ്ടാക്കിയത് കഴിക്കലും പ്രശ്നം ആ സമയത്ത്. ശനി വേറെ കുറേ പച്ചക്കറി, പച്ചക്കറിയുടെ തോരൻ, മെഴുക്കുവരട്ടി, ഇങ്ങനെയുള്ള പരിപാടികളുണ്ടായിരുന്നു. ഇന്നലെ എന്നൊക്കെ ചെയ്തതെന്ന് ഞാൻ തന്നെ മറന്നുപോയി. പലരും അമ്മയുടെ നൊയമ്പ് കറി ചോദിക്കണാരനാണ് കേട്ടോ. അരച്ചിടാറായി. ആദ്യം ഇട്ടത്. ഷുഗർ വേണ്ടവർക്ക് ഇതിൻ്റെ കൂടെ ഷുഗർ ചേർക്കാം. ഈ പഴത്തിന് നല്ല മധുര, പഴുത്തത് കൊണ്ട്. ശരിക്കുമില്ല, ചെമ്പരം കൊണ്ട്. അതായത് പഴുപ്പ് കുറവുള്ള പഴമാണെങ്കിൽ ഈ മാവിൻ്റെ കൂടെ ഇച്ചിരി പഞ്ചസാര ചേർത്താൽ നല്ലതായിരിക്കും കേട്ടോ. നമ്മൾ ഉപ്പ് ചേർത്തില്ല ആ ഒപ്പം. ഇത് നന്നായിട്ട് പഴുത്ത പഴമായതുകൊണ്ട് ഞാൻ അത് ചേർത്തിട്ടില്ല കേട്ടോ. അധികം അങ്ങനെ വിട്ടൊന്നും പോണില്ല കേട്ടോ. വിട്ട് പോണില്ല, ഉദ്ദേശിച്ച പോലെ. ഞാൻ ഓർത്ത വിടുന്ന കുറേ അധികം, പക്ഷെ വളരെ കുറവാട്ടോ വിട്ടേക്കണം. ഞങ്ങൾ ഇച്ചിരി വെള്ളം തളിച്ചു കൂട്ടോ, അത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. എന്തൊക്കെയാ ചെയ്യണേന്നുള്ളത് നിങ്ങളെ നേരിട്ട് കാണിക്കുന്നുണ്ട്, അല്ലാതെ വേറെ ഒന്നും അതിൽ ആഡ് ചെയ്യണില്ല കേട്ടോ. വേണമെങ്കിൽ ഇച്ചിരി കൂടി ബ്രെഡ് ക്രംസും കൂടി ഇടായിരുന്നു അല്ലേ. പിന്നെ അത് പൊടിക്കാൻ പോകണ്ടേ, ഇനി പൊടിച്ചത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പലഹാരം. നേരത്തെ പറഞ്ഞു, നേരത്തെ പൊടിച്ചത് ഇരിപ്പില്ല, അതുകൊണ്ടാ. അന്നേരം പറഞ്ഞ അന്നേരം ഉണ്ടാവൂല്ലോ. പിന്നെ ഈ മൂപ്പ് മതി കേട്ടോ, കരിഞ്ഞു പോകണ്ട. ഈ മൂപ്പ പാകം. നല്ല രസമല്ലേ. നല്ലതാ, കാണാൻ നല്ല രസമുണ്ട്. ഞാൻ കുറേ 2 ആഴ്ചയായി ഞാനിത് ഓർക്കണം. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ആഴ്ച വേറെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ ആഴ്ച അങ്ങനെ ഉണ്ടാക്കിയില്ലെങ്കിൽ ശരിയാവും. നല്ലതാ, കാണാനും നല്ലതാ, രുചി ഉണ്ടാവുമായിരിക്കും. അരിപ്പൊടിയും റവയിലും ഉള്ളത് കുറേ വീണിട്ടുണ്ട് അതിൽ. നോക്കിക്കേ അടിയിൽ. വെറും ഒരേത്തപ്പഴവും ഒരേത്തപ്പഴത്തിൻ്റെ 1/4 പോർഷനും കൂടെ കട്ട് ചെയ്ത് വെച്ച് നമ്മൾ എണ്ണയിൽ ഇച്ചിരി പൊടികളൊക്കെ ചേർത്ത് എണ്ണയിൽ വറുത്ത് കോരിയതാണിത്. ഈ പൊടികൾ ഡ്രൈ ആയിട്ട് ചേർക്കണത് കൊണ്ട് കുറച്ച് ഇതേ എണ്ണയിൽ വീണ് കിടപ്പുണ്ട്. അത് നിങ്ങൾക്ക് കാണാം ചിൻചട്ടിയിൽ. അപ്പോൾ അതെ അത്രയും ചെയ്തിട്ട് ഞങ്ങൾ ഈ പല സംഗതികളും ഇങ്ങനെ സ്നാക്സ് ഉണ്ടാക്കിയത് കൊണ്ട് അത്രയും എടുത്താൽ മതിയല്ലോ എന്നോർത്താ. പഴം മധുരമല്ലേ, പിന്നെ എണ്ണ വറുത്ത
സാധനങ്ങൾ പിന്നെ അങ്ങനെ അധികം ചെന്നാൽ കൊള്ളുമല്ല. ഈ സാമ്പാറൊക്കെ ഉണ്ടാക്കണോണ്ട് ഇപ്പം ഈ പപ്പടം കാച്ചലുണ്ട്, സാമ്പാറിൻ്റെ കൂടെ ചുട്ട പപ്പടം ഒരു കോമ്പിനേഷൻ അല്ല, അത് കാരണം അപ്പം അങ്ങനെ എണ്ണ അധികം ഒരു കഴിക്കുമ്പോൾ ഇച്ചിരിച്ചേ ഉള്ളൂ. പക്ഷെ പല ഐറ്റത്തിൻ്റെ ആവുമ്പോ അത് കാരണം ഞങ്ങൾ ഇത്ര എടുത്തോളൂ, ഞങ്ങൾക്ക് വെറുതെ ഒന്ന് കുറിക്കാൻ വേണ്ടി. അപ്പം നിങ്ങളെ ഒന്ന് കാണിച്ചതാണ്. അപ്പം പടം എടുത്തോ. അടിപൊളി അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. ഞാനിങ്ങനെ ചിരിച്ചു വരുമ്പോൾ ചിലപ്പേ ഇങ്ങനെ എന്തൊക്കെ കാണിച്ചിങ്ങനെ ചിരിക്കും. അന്നേരം എന്നോട് മകള് പറഞ്ഞ അമ്മ വളിച്ച ചിരിയാന്ന്. എന്നാ ചെയ്യാനാ, ചിരി വന്നതുപോലെ ഇല്ല കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പടം എടുത്തു. ഇനി നമുക്ക് എണ്ണ വാലാൻ വെക്കാം കേട്ടോ. എണ്ണ വാർന്നിട്ട് പിന്നെ ഡിസ്പ്ലേക്ക് എടുക്കാം പ്ലേറ്റിൽ. ഓക്കെ. ഇപ്പൊ നമ്മളിതേ ബ്രെഡ് കൊണ്ടെന്നാ പറയാൻ പറ്റില്ല, ഏത്തപ്പഴം കൊണ്ടുണ്ടാക്കിയ ഈവനിങ് സ്നാക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും. നല്ല കറുമുറയാട്ടോ. കറുമുറയാണ്, ടേസ്റ്റിയാണ്. മധുരം അല്ല, നന്നായിട്ട് പഴം പഴുത്ത കാരണം ഞങ്ങൾ പഞ്ചസാര ചേർത്തിട്ടില്ല. ഇച്ചിരി പഴുപ്പ് കുറവാണെങ്കിൽ ഇച്ചിരി മധുരം ചേർത്താൽ നല്ലതായിരിക്കും. പഴുക്കാതെ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരിയോടെ വടി പോലെ ഇരിക്കും. ഇതിപ്പോൾ ചിലതൊക്കെ ഇങ്ങനെ ചളുങ്ങിയ പോലെ ഏതെന്നാന്ന് വെച്ചാൽ പഴത്തിൻ്റെ അരികു കട്ട് ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് പഴുത്തതായതുകൊണ്ട് അതിങ്ങനെ ഇങ്ങനെ അലിത്ത പോലെ ഇത് വരും. അതുകൊണ്ടാണ് കേട്ടോ. 2-3 പീസൊക്കെ ഞങ്ങൾ കഴിച്ചു കേട്ടോ, ടേസ്റ്റ് ചെയ്യാൻ. ആദ്യം വറുത്ത് കോരിയപ്പേ അപ്പം അത്രയും പഴം കൊണ്ട് ഇത്രയും ഉണ്ടായി. അടിപൊളി, വെറും അടിപൊളി. ഓക്കെ, കഴിക്കാം. ഇതാ വെക്കാട്ടോ, കഴിച്ച് നോക്കിക്കോ. അപ്പോൾ വരുമ്പോൾ അപ്പനെ കൊണ്ടും ചോദിക്കാം. അതെ, ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോ തന്നെ കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല കറുമുറ ഫീലിംഗ് ആണ്. അതാണ് ഇതിന്റെ രസം. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരുപാട് കോട്ടിങ് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള കോട്ടിങ്ങേ ഉള്ളൂ. പക്ഷെ ഇത് കടിക്കുമ്പോൾ നല്ല കറുമുറ ഫീലിംഗ് ആണ്. എനിക്ക് തോന്നുന്നു ആ റവയും അരിപ്പൊടിയും ചേർന്നുകൊണ്ടുള്ള ആ ഒരു ഇതായിരിക്കും. ഉള്ളിൽ ഇച്ചിരി സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത്, പക്ഷെ എങ്കിലും നമ്മളിങ്ങനെ കടിക്കുമ്പോ ഉണ്ടല്ലോ, ഞാൻ കേൾപ്പിച്ചു തരാം. കേൾക്കുണ്ടോ? നല്ല രസം. പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, പഴംപൊരിയൊക്കെ സ്ഥിരം ഉണ്ടാക്കണല്ലേ, അപ്പൊ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഉണ്ടാക്കണം എന്നുള്ള തോന്നലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യാൻ തീർച്ചയായിട്ടും നല്ലൊരു സ്നാക്കാണ് കേട്ടോ. പഴത്തിന് കടും മധുരമാണ്, അതുകൊണ്ട് മധുരമേ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല കറുമുറയാണ്. ഞാനിപ്പോ ഒറ്റയിരിപ്പിന് ഈ പ്ലേറ്റ് മൊത്തം തീർക്കും. പക്ഷെ ഒറ്റയടിക്കാണെങ്കിൽ തിന്നുന്നില്ല, കാരണം വെളിച്ചെണ്ണയാണ്, എത്രയായാലും നല്ലതല്ലല്ലോ. അപ്പൊ അത് കാരണം ഒറ്റയടിക്കാൻ തീർക്കണില്ല. അപ്പ വരട്ടെ, അപ്പയ്ക്ക് കുറച്ച് കൊടുക്കാം, അമ്മയെ കൊണ്ട് കുറച്ച് തിരിച്ചിരിക്കാം, അങ്ങനെ കഴിക്കാമെന്ന് വിചാരിക്കണം. ഡെയിലി നമ്മൾ ഒരുപാട് വെളിച്ചെണ്ണ ഐറ്റംസ് ഒക്കെ ഉപയോഗിക്കുന്നതല്ലേ, മെഴുക്കുവരട്ടി ആയാലും തോരനായാലും ഒക്കെ വെളിച്ചെണ്ണ ഉള്ള ഐറ്റംസ് ആണ്. പരമാവധി പൂർണ്ണമായിട്ട് അങ്ങ് ഒഴിവാക്കാൻ നിവൃത്തിയില്ല. എങ്കിലും ഇതുപോലുള്ള സ്നാക്സിന്, എണ്ണക്കടികൾക്ക് എപ്പോഴും ഒരു പ്രത്യേക സ്വാദാണ് അല്ലേ. എണ്ണക്കടികളാണോ പുഴുങ്ങിയ സ്റ്റീം ചെയ്തിട്ടുള്ള 4 മണി പലഹാരങ്ങളാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറയണേ. ഹെൽത്ത് വൈസ് നോക്കി എനിക്ക് തോന്നുന്നത് സ്റ്റീം ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നും. പക്ഷെ രുചി എനിക്ക് കുറച്ചുകൂടി തോന്നിയത് ഇതുപോലെയുള്ള എണ്ണക്കടികൾക്കാണ് കേട്ടോ. അമ്മ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്, വേഗം വന്നാ കഴിക്കാം. ഇപ്പൊ തീരുവല്ലെങ്കിൽ എന്നാ രുചികരമാണോ? അതാ വേഗം തീരൂന്ന്. ഇറാനി ടീ ആണോ? അല്ല, അമ്മയുടെ ഇറാനി ടീ വളരെ അമ്മയുടെ ഒന്നും അല്ല ഇറാനി ടീ, ഇറാനി ടീ മകളുടെ. ഇതുവരെ ഉണ്ടാക്കാത്ത ഒരു പലഹാരം. പേടിയാവും ചിലപ്പോ കേട്ടിട്ട് പേടിയാവും. വൈകിട്ട് ഇറാനി ടീ വേണോ കാപ്പി വേണോ? പാല് കുറിക്ക് അങ്ങനെ ഉള്ളിൽ പാല് ചെന്നാൽ കൊള്ളൂല് തമാശ. അത് അരിച്ചാ എടുക്കണേ. കണ്ടിന്യൂസ് അങ്ങനെ ടീ വേണ്ട. 6 മണിക്ക് കാപ്പിയാ കുടിക്കണം, ടാറ്റ കോഫി, അത് കുടിക്കാം. എന്നാ പിന്നെ കുഴപ്പമില്ല. ഞങ്ങള് കഴിച്ചതാട്ടോ. എന്ത് സാധനം? നല്ല മധുര. മധുര ഇട്ടിട്ടില്ല. നല്ല മധുരം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ മധുരം, ഇടാത്ത മധുര, നാച്ചുറൽ ഒറിജിനൽ മധുരം. പഴം പൊരിച്ചത്. അത് തന്നെ. അപ്പൊ മേടിച്ചോണ്ട് വന്ന ഏത്തപ്പഴം നല്ല രുചിയല്ലേ. അപ്പയാണ് പേരിട്ടത് പഴം പൊരിച്ചത്. അത് നല്ല പേരാ. അതിങ്ങനെ ആയതുകൊണ്ട് അതുകൊണ്ട് എടുക്കാനും എളുപ്പമാണ്. നല്ല ക്രിസ്പിയാ. ബാക്കി നീ തിന്നു. ഞാൻ തിന്നു കൊറേ. എനിക്ക് മതി.